ഡെന്നിസ്, അമ്മ. അമ്മയ്ക്ക് മനസ്സിലായോ ആരാന്ന്? പോടെ പോട്ടെ, ഡെന്നീസ് ഒന്നും വിളിച്ചിട്ട് മനസ്സിലായോന്ന്? സുഖാണോ മോനെ? എങ്ങനെയുണ്ട് മോന്റെ പാർട്ട്ണർ? നല്ല കുട്ടിയാണോ? കുഴപ്പമില്ല. അല്ലമ്മേ, ഈ പാർട്ട്ണർഷിപ്പില് ഒരു വ്യവസ്ഥ കൂടി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മേലെ എനിക്കുള്ള അവകാശത്തിന്റെ പകുതി ഞാൻ അവന് വെച്ചു. നന്നായി. നീ തലതിരിഞ്ഞു പോയാലും അമ്മയ്ക്ക് വേറൊരു മോനുണ്ടല്ലോ. ഇതാരാണ് മനസ്സിലായി നിനക്ക്? എടാ ബാലമാമ, ആമിയുടെ അച്ഛനും അമ്മയും അങ്ങനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഡെന്നിസിന് മനസ്സിലാകാൻ കൂടുതൽ ഈസി. എവിടെ കുട്ടികളെയൊന്നും പുറത്തു കണ്ടില്ല? കുട്ടികളെ അല്ല ഈ അന്വേഷണം, സ്വന്തം മോളെവിടെന്നാ. നമുക്ക് അകത്തേക്ക് പോവാമേ. നീ സംസാരിച്ചോ അമ്മയോട്? ഇല്ല, സംസാരിക്കാൻ പറ്റിയില്ലടാ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി വേണ്ട. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ബാലമ്മാമയെ കാണേണ്ട താമസം സംഗതി പൊട്ടിച്ചു. ഇപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷത്തില. ഇന്നോ നാളെയോ സംഗതി നടത്തിയേക്കുമെന്ന് എന്റെ പേടി. ഞാനൊന്ന് പഠിച്ചിട്ടെ. എന്തിന്? ഓ, ഒന്നും അറിയാത്ത വാവ. അയ്യടാ, എന്താ നിങ്ങക്ക് രണ്ടിനും വെഡിങ് ബെൽസ് മുഴങ്ങുന്നു മോളെ? ദാ അപ്പുറത്തെ മുറിയില് നിന്റെയും രവിയേട്ടന്റെയും മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് നീ ഇവിടെ ഒന്നും അറിയാത്ത ഭാവത്തെ ചുരുണ്ട് കിടക്കുന്നു കള്ളി. ദേവു, മറ്റേ രണ്ട് സൂപ്പർ കള്ളികളും എന്ത് ചെയ്യും? പൂച്ചയും സോങ്ങും വേസ്റ്റ്. ഞാൻ അറിയാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നു. What the hell? ആര് പറഞ്ഞു ഞാൻ രവിയേട്ടനെ മാരി എന്ന്? എവിടെ ആമി? കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് മടി. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ? അതൊക്കെ അങ്ങ് മാറിക്കോളും. അവള് മിടുക്കി കുട്ടിയല്ലേ. എന്താ എല്ലാരും കൂടി ഒരു പൊട്ടിച്ചിരി? ഇങ്ങനെ വല്ലപ്പോഴും ഒത്തുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമല്ലോ ചിരിക്കാൻ. ഞാനും കേട്ടൊരു തമാശ. നമുക്ക് എല്ലാവർക്കും കൂടെ ചിരിക്കാൻ. ഞാൻ രവിയേട്ടനെ മാരി ചെയ്യാൻ പോണൂന്ന്. ആ പൊട്ടികൾ അപർണൻ ദേവും വന്ന് പറയാ എന്നോട്. നീ അത് തമാശയാന്നാ കരുതിയിരിക്കുന്ന? ഞങ്ങളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചോദിക്കാതെ. How can you do that? ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണ്ടേ. ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് എന്താ ആമി? നീ ഇങ്ങനെ റിബലാവുന്നത് എന്തിനാ? നിന്റെ നന്മയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ നന്മയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. തർക്കുത്തരം പറയുന്നു അച്ഛനോട്. നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? നീ ഇങ്ങനെ അന്യരോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോട്. ഒരു കണക്കിന് അന്യരല്ലേ? ഇത്രയും കാലം വളർത്തിയെന്നല്ലാതെ വേറെ എന്ത് റൈറ്റ്സ് ഉണ്ട്? എന്താ ഈ കുട്ടിക്ക്? ഇന്ന് വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചിട്ടില്ല ഞങ്ങൾ അവളെ. അതിന്റെ പ്രതിഫലം തരുന്നതാണ് അവൾ. സ്നേഹം അളവിലും കൂടുതൽ കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. എന്നെ ഉപേക്ഷിച്ചുവിടാൻ ഞാൻ ഇറങ്ങി പൊക്കോളാം. എന്താ നീ ഇങ്ങനെയൊക്കെ? എനിക്ക് രവിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് വിവാഹം കഴിക്കാം. നിന്റെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. കഴിയില്ല അത്. വൈ? ഡെന്നിസിനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിലോ? അതെ, എനിക്കിഷ്ടമാണ് ഡെന്നിസിന് എന്നെ. ഇവളെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ബാലമാമ, ആമി പോ. ആമി പുറത്തു പോ. മുത്തശ്ശ, പ്ലീസ്, ആരും ഇമോഷണലായി വെറുതെ വെള്ളം വെക്കരുത്. ഇതെനിക്ക് വിട്ടുതരാ. ഞാൻ കൈകാര്യം ചെയ്തോളാം. ആമിയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഈശ്വര, എന്താണ് ഈ കുട്ടിക്ക് പറ്റണതാവോ? സത്യമാണോ രവി അവള് പറഞ്ഞതല്ല? എന്താ? ഒരു ചെറിയ പെയിൻ പോലെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. നീ ചെല്ലു വേഗം. രവി, എടാ, 2.5 വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷെ 2 ജന്മത്തിന്റെ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്റെ വിശ്വാസം നമ്മൾക്കിടയിൽ ഒന്നിനൊരു മറയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നീ എന്റെ ധാരണ തെറ്റിച്ചു ഡെന്നിസേ. രവി, നിനക്ക് എന്നോട് പറയായിരുന്നു. നീയും ആമിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കില്ലടാ. നീ എന്നെ മനസ്സിലാക്കില്ലല്ലോ ഡെന്നിസ്. രവി, അതങ്ങനെയല്ല രവി. നീ ആമിയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞപ്പോ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇതൊരു പ്രേമമോ പ്രണയമോ മാങ്ങാ തൊലിയോ ഒന്നുമല്ല.
ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ തോന്നി അവളെങ്കിൽ അവളെന്ന്, അത്രേ ഉള്ളൂ. എനിക്ക് നിന്നോടെല്ലാം പറയാമായിരുന്നു, തെറ്റാം. പക്ഷേ രവി, ഞാനും ആമി അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. എനിവേ, ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കൺഗ്രാലേറ്റ് ചെയ്യുന്നതിന് പകരം വഴക്ക് പറയേണ്ടി വന്നൊരു സങ്കടമുണ്ട്. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചേനെ. അവളത് കുളമാക്കി മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും ഷോക്ഡ് ആയിപ്പോയി. ഞാൻ ഡോക്ടർ സാമുവൽ എന്ന് വിളിച്ചിട്ട് വരാം. മുത്തച്ഛന് നെഞ്ചുവേദന. ഞാനും കൂടെ വരാം. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തശ്ശന് സുഖമില്ലാന്ന് രവി പറഞ്ഞു. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ച് വേദനിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരെയും വേദനിപ്പിക്കുന്നതൊന്നും ഞാനായിട്ട് ചെയ്യില്ല. ആമി. സോറി മിസ്റ്റർ ദിനേശ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. If you don't mind, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. Will you please? സോറി. ചീത്തയാങ്കിള്. We hate you. ആ കുഞ്ഞുങ്ങൾ വി ഹേറ്റ് യു എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കിലാത് കൊണ്ടത്. അവൾ എന്തിനാ അത് അങ്ങനെ വിളിച്ച് പറഞ്ഞത്? ഇത് എന്നായാലും ഒരു ദിവസം പറയണ്ടേ? അതിന് ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചോ, തീരുമാനിച്ചോ? അവളെയല്ല, നിന്നെയാ പറയേണ്ടത്. പന്ന, നീ ഒരൊറ്റൊരുത്തനാ ഇതിന് ഇത്രയും വളം വെച്ചത്. എനിക്കറിയാം ഇത് കൊടുക്കാൻ എന്റെ കാര്യം തിരിയുന്നു. ചുമ്മാ അല്ലല്ലോ, നീയല്ലേ എന്നെ ഗീറ് കയറ്റി വിട്ടത്. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ മലയാറ്റൂര് പള്ളിയിൽ പെരുന്നാളിന് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ദേ, സാറിതിപ്പോ വലിയ അനുഭവം പോയിട്ട് ശിശൊന്നും ആക്കണ്ട. പോയി കടന്നുറങ്ങാൻ നോക്ക്. അത് കുടിച്ചാ കുപ്പികൾ കൊണ്ടേ നിന്റെ പാടൊക്കെ പോടാ. ദേ, ആ രവി സാർ അവിടെ കിടന്ന് അന്വേഷിക്കണ്ടാവും. ഇല്ലടാ, അവൻ ഇനി എന്നെ അന്വേഷിക്കില്ല. അവൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്റെ പേരല്ലടാ ഞാൻ അവനോട് കാണിച്ചത്. ആ പാവങ്ങൾ മുഴുവൻ വേദനിപ്പിച്ചിട്ട് എനിക്കാരെയും കിട്ടണ്ട. എനിക്ക് അവരുടെ സ്നേഹം തിരിച്ചു കിട്ടിയാൽ മതി. റൈസ് ആൻഡ് ഷൈൻ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജീസസ് പിറന്നതെന്നറിയാം. ബത്ലഹേം ഡെന്നിസും കാലിത്തൊഴുത്തിലാണ് പിറന്നതെന്ന് അറിഞ്ഞില്ല. നിന്റെ ഈ തറ വളിപ്പടി ഉണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ എഴുന്നള്ളിക്കുന്ന തമാശ, അതിന് കിട്ടണം പെടാ. നിനക്കൊരു ചീപ്പ് ജോക്കാണ് ജീവിതം. അത് അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയോ? ഡെന്നിസ്, എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? ദേ, ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിച്ചിട്ടില്ല. അതെന്നുണ്ടാവും. ഡെന്നിസ്, ഏതാ ആ കൈകൊണ്ടൊക്കെ എന്നെ തല്ലിയാ ഞാൻ ചത്തുപോകും. വീണ്ടും തുടങ്ങി തമാശ. ഡെന്നിസ്, പുറത്തേക്ക് വരൂ. നമുക്കൊരു മോർണിംഗ് വാക്ക് ആവാം. ചുമ്മാ കുറച്ച് നടക്കാനേ. നിന്റെ കൂടെ നിനക്ക് എന്താ ഭ്രാന്തോ? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെയാണ് നീ വിവാഹം? കള്ളം പറഞ്ഞതാണ്. ഞാൻ ഡെന്നിസിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. ആമി, വാട്ട്സ് റോങ് വിത്ത് യു? ഡെന്നിസ്, വരൂ. May 16th. അന്ന് നിരഞ്ജനെ അവർ കൊല്ലും, തൂക്കിക്കൊല്ലും. അതെ ഡെന്നിസ്, അന്ന് എന്റെയും ദിവസമാണ്. ഞാനും അന്ന് മരിക്കും. സൂയിസൈഡ്.
ഞാനത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു വാങ്ങാൻ ഞാനൊരു നുണ പറഞ്ഞു. അതിൽ ഡെന്നിസിനെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചത് എന്റെ തെറ്റാണ്. സോറി ഡെന്നിസ്. ആരാത്? നിരഞ്ജൻ? എനിക്കറിയില്ല നിരഞ്ജനെ ശരിക്കും. എന്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. പക്ഷെ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നിരഞ്ജന്റെ മരണശേഷം എനിക്കിവിടെ ജീവിക്കണ്ട. അഭിരാമി, ഡെന്നിസിന് നിരഞ്ജനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിരഞ്ജന്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്റെ കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചു കാലം, 6 മാസത്തോളം. പിന്നെ നിരഞ്ജൻ സിറ്റിയിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ലീഡറായി. റെഡ് വാർ, ആ ഓർഗനൈസേഷന്റെ ലീഡർ നിരഞ്ജനായിരുന്നു. ഒടുവിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ കാറിന് ബോംബെറിഞ്ഞ് നിരഞ്ജൻ 6 പേരെ കൊന്നു. കോടതിയിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നിസ്. എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും പറയുന്ന വാക്കുകൾ റെവല്യൂഷൻ, ക്ലാസ് വാർ. എനിക്കൊന്നേ അറിയാമായിരുന്നുള്ളൂ, നിരഞ്ജനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. മരിക്കുന്നതിന് മുമ്പ് നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ എന്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ട്. കണ്ട നിരഞ്ജന്റെ കൈ കൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിക്കാൻ ഞാനൊരു താലി കരുതി വെച്ചിട്ടുണ്ട്. ഡെന്നിസ് നിന്നോട് എന്താ തോന്നുന്നത്? വെറുപ്പോ അതോ? ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ മനസ്സിലാക്കാൻ ഡെന്നിസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? കഴിയും. ഞാനും ഒരുവാമയുടെ കൂടെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ. ഷുവർ ഡെന്നിസ്? ഡെന്നിസ് എന്റെ കൂടെ ഉണ്ടാവോ? പക്ഷെ നിരഞ്ജന കാണുന്നത് വരെ ആമി ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. അതിന് ആമി എനിക്ക് വാക്ക് തരണം. കരയരുത്. ആമി പോവൂ. കണ്ണു ഉറച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ. ആരും ഒന്നും അറിയരുത്. അറിഞ്ഞാ May 16th വരെ ഞാൻ കാത്തു നിൽക്കില്ല.